സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 8:17 എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞ ഒരു 1000 പ്രാവശ്യം പറയണം. അപ്പൊ അഭിഷേകം എന്താ സംഭവിച്ചില്ലേ? ഒന്ന് വായിച്ച്. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പൊ പീഡ അനുഭവിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട്, ഒരു സതീർത്ഥ്യൻ, ഒരു സഹചാരി. ആരാണത്? ദൈവം തന്ന, പിതാവ് തന്നൊരാളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിങ്ങളുടെ നാത്തുവിനോ അനിയത്തിയോ ചേട്ടനോ അപ്പനോ അമ്മയോ ആരുമില്ല. നോ ബഡി. അത് ഓർക്കണം. നമ്മൾ പീഡ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മുടെ ആശ്വാസത്തിന് സിംഗിൾ നെയിം ഇസ് ഗിവൺ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈയടിക്കട്ടെ. ശ്രുതികളല്ലേ. കണ്ണുനീരെല്ലാം യേശു മാറ്റുന്നേ, കർക്കനുണ്ട്. കണ്ണുനീരെല്ലാം യേശു മാറ്റുന്നേ, സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്തിടും പ്രാർത്ഥന കേൾക്കുന്ന യേശു. അപ്പൊ അതായത് നമുക്ക് ആശ്വാസത്തിനും നമുക്ക് കൂട്ടായിട്ടും നമുക്ക് സഹവാസത്തിനും എല്ലാത്തിനും കൂടി നമ്മുടെ സഹന സാഹചര്യങ്ങളിൽ ദൈവം ഒരാളെ തന്നിട്ടുള്ളൂ. അത് നിൻ്റെ ഭർത്താവല്ല, അത് നിൻ്റെ ഭാര്യയല്ല, അതിൻ്റെ മക്കളല്ല, ബന്ധുക്കളല്ല, ആരുമല്ല. ദൈവം തന്നിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. യു ഗോട്ട് മീ? എന്നെ മനസ്സിലായത് നിങ്ങൾക്ക്? അത് ഒന്നുകൂടെ വായിച്ചത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കുന്നത് ഒറ്റക്കല്ലെന്ന് മനസ്സിലായി. എന്താ കാര്യം? അവനോട് കൂടെയാണെന്ന്. വിശ്വാസിയുടെ ഏറ്റവും വലിയ നേട്ടം അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ആഴ്ച മുഴുവനും എനിക്ക് കുർബാന പോലും ചെല്ലാവത്തില്ല. എൻ്റെ കുർബാനയെല്ലാം അലസച്ചനാ ചൊല്ലി തന്നത്. എന്താ കാര്യം? പെട്ടെന്നൊരു ഛർദി വന്ന നിങ്ങൾ മാതാവിനെ കണ്ടു പോയില്ലേ? ഞാൻ കിടപ്പായി പോയി. ഒരു 2 ലക്ഷത്തോളം മനുഷ്യരെങ്കിലും മാതാവിനെ കണ്ടുപോയി. അന്ന് രാത്രി 12 മണിയായപ്പോഴാണ് തീർന്നത്. 4 വരി തൊട്ട് ഈ പ്രദേശം മുഴുവനും ആൾക്കാരിങ്ങനെ ക്യൂ നിന്ന് അമ്മയും കണ്ടുപോയി. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് ഛർദിലും എല്ലാ തരത്തിലും അസുഖം ഉണ്ടായി. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഗ്യാസ് കയറി. എന്താ കാര്യമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് തലപൊങ്ങിയത്. പക്ഷേ എന്നെ പിടിച്ചിർത്തണ എന്ത് സംഭവമാണ്? ഈ ശുശ്രൂഷയിൽ എപ്പോഴും നമ്മൾ വിശ്വാസമുള്ളവർക്ക്
പ്രത്യാശ ഉള്ളവർക്ക് നമ്മൾ സഹിക്കുന്നത് ഒറ്റക്കായിരിക്കത്തില്ലൊരിക്കലും. നമുക്ക് ആരോടും പരാതി ഉണ്ടാകത്തുമില്ല, നമ്മൾ ഒറ്റക്കായിരിക്കത്തുമില്ല. എന്താ കാര്യം? അത് ക്രിസ്തുവിനോട് കൂടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ക്രിസ്തുവിനോട് കൂടെ. ഒന്നിനു വായിച്ചത് 8:17 റോമ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാലും ആരുടെ കൂടെ ആയിരിക്കും? അവനോട് കൂടെയായിരിക്കും. ഇതിൻ്റെ അതായത് ഈ നമ്മൾക്ക് ഇങ്ങനെ ഡിവിഡൻഡ് എടുക്കുമ്പോൾ ഓർക്കുക, അവനോട് കൂടെ ഒരിക്കൽ നമ്മൾ മഹത്വപ്പെടാൻ വേണ്ടി. അപ്പം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഡിവിഡൻ്റാണ് എടുക്കുന്നത്. അത് ബോധം ഉണ്ടാകണം നമുക്കിതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. കാര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സഹനം കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന കാരണം സഹനം ദൈവത്തിന് മഹത്വപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സഹനം കർത്താവിൻ്റെ സഹനത്തോടു കൂടി കൂട്ടിവെക്കുമ്പോഴാണ് നമ്മുടെ സഹനം ക്രിസ്തുവിൻ്റെ സഹനമായിട്ട് കൺവേർട്ട് ആകുന്നത്. അതാണ് നമുക്ക് നിത്യതയ്ക്ക് ക്രിസ്തുവിൻ്റെ കൂടെ മഹത്വം പ്രാപിക്കുന്നതിന് ഉതകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പോർഷൻസ് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളെ അങ്ങോട്ട് ചെന്നിട്ട് വണ്ടിക്ക് തലവെക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കൂടെ നേടി കുരിശിനെ കൃപയാക്കാൻ പഠിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കുരിശ് അതായത് ഈ ലോകത്തിലുണ്ടാകുന്ന ഒരു സഹനം പോലും നമ്മൾ വേസ്റ്റ് ആകരുത്. അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാണ് നിങ്ങൾ സഹനം എടുക്കണമെങ്കിൽ വേസ്റ്റ് ആകും. ഇപ്പം നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞ് കർത്താവ് എന്താ പറഞ്ഞത്? ഒരു കർണത്തടിക്കണവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തുവിന് ശക്തി പ്രാപിക്കാൻ വേണ്ടി ക്രിസ്തു പറഞ്ഞിരിക്കുന്ന മാർഗമാണ് അത്. ഈ ക്രിസ്തുവിനെക്കുറിച്ച് ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ പറഞ്ഞിട്ട് അവനർക്ക് ഇതൊരു എന്ത് കോമഡിയാണ്. ഒരു കണ്ണത്തടിക്കണത് എങ്ങനെ മരണം കാണിച്ചു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ ചെവിയും കൊണ്ടില്ലാന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് ഒരു സഹന സാഹചര്യവും ഞെരുക്ക സാഹചര്യവും ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം, സൗകര്യപ്പെടുത്തണം. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും? മഴവെള്ള ടാങ്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അതിന് അമ്മമാർക്കൊക്കെ ഓരോ രീതികളുണ്ട് മഴക്കാലങ്ങളിൽ മഴവെള്ളം ടാപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇതുപോലെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പ്രത്യേകിച്ച് കർത്താവ് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊക്കെ പ്രാർത്ഥിക്കുമല്ല, പാവനാത്മാവ് വാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ. പക്ഷെ പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് എന്ന് പറയണത് നമ്മൾ പാവനാത്മാവെന്ന് പ്രാർത്ഥിച്ച് വിറച്ച് തല്ലി പ്രാർത്ഥിച്ച് അടിച്ചു തല്ലി വീണാലും പരിശുദ്ധാത്മാവിനൊന്നും ഒരു നിർബന്ധമില്ല. നമ്മൾ വിറച്ച തല്ലി പ്രാർത്ഥിച്ച് അടിച്ചു തല്ലി വീണാലും പരിശുദ്ധാത്മ വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊരു കേവല അഭ്യാസങ്ങളാണ്. കാഴ്ചക്ക് കുറച്ച് സർക്കാസ്റ്റിക്കാണെന്നേ ഉള്ളൂ. സഹനത്തിലൂടെ അല്ലാതെ ക്രിസ്തു രക്ഷ നേടിയെടുത്തില്ലെങ്കിൽ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട നിത്യത വരെയുള്ളതെല്ലാം പരിശുദ്ധാത്മ ദാനങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം വരണത് നമ്മുടെ സഹന സാഹചര്യങ്ങളെ ക്രിസ്തുവിഹിതമായി അർത്ഥവത്തായി നമ്മളെങ്ങനെ സമീപിച്ചു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിന് നമ്മൾ റെഡിയാക്കുന്നതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ സത്യമാണ്, കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. എന്താണെന്നറിയാവോ? മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ചോദിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ ഇവിടെ നിർത്തിയ പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിനിമോൾ. എൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ്. കൈനഗരിയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ സ്വന്തം വീട് തുമ്പോളിയിലാണ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് 7-ാം തീയതിയാണ്.
അപ്പം കൃപാസനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 20 മിനിറ്റ് ദൂരമേ ഉള്ളൂ തുമ്പോളിയിലേക്ക്. എന്നിട്ടും ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നിരുന്നില്ല. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ്. വിവാഹശേഷം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്നു. അപ്പം ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹം PG നേടണം എന്നതായിരുന്നു. അപ്പോൾ ഞാൻ 2022 ഡിസംബറിൽ പാസ് ഔട്ടായതിന് ശേഷം PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല. പിന്നീട് രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ആ രണ്ടാമത്തെ വട്ടവും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി ഉടമ്പടി എടുക്കണം. എന്നെക്കൊണ്ട് ഇനിയിപ്പോൾ കുട്ടി കല്യാണത്തിന് ശേഷവും അതിനു മുന്നേയൊക്കെ ഞാൻ വേറെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാതെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയായി, എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുവാണ്. ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുക്കുന്നത് 7-ാം തീയതിയാണ്, 2024 ഓഗസ്റ്റ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ആ സ്ലിപ്പിൽ തന്ന ഡേറ്റ് 8-ാം തീയതിയാണ്, 8/8/2024 അപ്പോൾ ഞാൻ ഇവിടുന്ന് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു 8 എന്ന നമ്പർ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ധ്യാനത്തിൽ, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതായത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ നിങ്ങളിവിടെ വന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായി. 8 അത് മാതാവിൻ്റെ ജനന ഡേറ്റും അമലോത്ഭവ തിരുനാളൊക്കെ 8ആണല്ലോ. അപ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്കിങ്ങനെ തോന്നി. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരു ദിവസം കുറച്ച് മണിക്കൂറൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം കുഞ്ഞുണ്ട്, രാത്രിയൊന്നും കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഉറക്കം തൂങ്ങിയിരിക്കും. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നതായിരുന്നു. അതിനുശേഷം 1-ാമത്തെ പുതുക്കൽ കഴിഞ്ഞു, 2-ാം പുതുക്കൽ കഴിഞ്ഞു. ഓരോ പുതുക്കലിന് ശേഷവും എനിക്ക് നല്ല ആത്മീയ വളർച്ചയുണ്ടായി. ഞാൻ മുമ്പേ നന്നായിട്ട് പ്രാർത്ഥിക്കും, കൊന്തയൊക്കെ ചൊല്ലും, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ പ്രവർത്തികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മാതാവിനെ മാത്രം മുന്നോട്ട് നോക്കിക്കൊണ്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ എക്സാം ഡേറ്റൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ സാധാരണ എല്ലാ എക്സാംസിനും നല്ല രീതിയിൽ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ എക്സാമിന് എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. മാതാവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളിലൊക്കെ അച്ഛൻ പറയുന്ന ഒരു വചനം എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. അതായത് എഫേസോസ് 2:8 പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം ഞാൻ എക്സാമിന് മുന്നേയൊക്കെ ഞാൻ എപ്പോഴും കാശ് രൂപം പിടിച്ചിട്ട് ഈ വചനം ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മൾ നേടിയെടുക്കുന്നതല്ല. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവ് തിരുക്കുമാരനോട് ചോദിച്ച് എനിക്കിത് വാങ്ങിത്തരണമെന്ന് പറയും. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ എക്സാം എഴുതാൻ പോകുവാണ്. അപ്പം അന്ന് ആദ്യമായിട്ട് കുഞ്ഞുമായിട്ട് മാറി നിൽക്കുന്ന ഡേ അതാണ്. എറണാകുളത്ത് വെച്ചായിരുന്നു എക്സാം, തലേ ദിവസം പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്കൊന്ന് കാണിച്ചു തന്നാൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിരിക്കും ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും അടയാളം ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ലെങ്കിലും മാതാവ്, എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടി എൻ്റെ സിസ്റ്റത്തിൻ്റെ നമ്പർ ഏതെങ്കിലും 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 8 കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ എനിക്കൊരു കോൺഫിഡൻസ് ആയേനേന്ന് മാത്രം പറഞ്ഞു. ഇപ്പം എല്ലാവരും സാക്ഷ്യത്തിൽ പറയുമല്ലോ, എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഇൻവിജിലേറ്റർ ബ്ലൂ ഡ്രസ്സിൽ നിൽക്കും, സിൽവർ ഗ്രേയിൽ നിൽക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ ചെന്നു. അപ്പം ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് വേണം എന്നെക്കൊണ്ട് എക്സാം എഴുതിക്കാനെന്ന് പറഞ്ഞു. ഞാൻ അവിടെ സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ ഒരു ബ്ലൂ ബ്ലാക്ക്
ഒരു ഷർട്ടിട്ട ഒരു ഇൻവിജിലേറ്റർ ആയിരുന്നു ഞങ്ങളുടെ റൂമിൽ. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി, ആ ബ്ലൂ മാതാവിൻ്റെ പ്രസൻസ് ആണല്ലോ. എനിക്ക് സിസ്റ്റത്തിൻ്റെ നമ്പർ 80 കിട്ടിയത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. ഞാൻ 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് 8 കിട്ടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് 80 കിട്ടിയത്. അങ്ങനെ ഞങ്ങൾക്ക് ഫ്രിസ്കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. എന്നാലും ഞാൻ കാശ് രൂപത്തിൻ്റെ ആ മെറ്റൽ ഒക്കെ ഞാൻ മാറ്റി അതുമാത്രം എൻ്റെ പോക്കറ്റിലിട്ടു. ഉടമ്പടി ഉപ്പും കുറച്ച് പോക്കറ്റിലിട്ടു. തൈലം ഞാൻ കുറച്ച്, എപ്പോഴും ഞാൻ പഠിക്കുമ്പോഴൊക്കെ തൈലം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് തൈലം കൂടുതലായിട്ട് നെറ്റിയിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് തൈലം എടുത്ത് സിസ്റ്റത്തിലൊക്കെ പുരട്ടി. ഉപ്പും അവിടെ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടു. എന്നിട്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നു എക്സാമിന് മുന്നേ. അപ്പോൾ എനിക്കൊരു കൊന്തയും അവിടുന്ന് ചൊല്ലാൻ പറ്റി. എന്നിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. കുഴപ്പമില്ലാത്ത എക്സാം, അധികം ടഫും അല്ല എന്നാൽ അധികം ഈസിയുമല്ല. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ ആൻസർ കീ നോക്കിയില്ല. ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. ഞാൻ ഉടമ്പടി എടുത്തല്ലേ, എന്തായാലും എനിക്ക് മാതാവ് തരും. കാരണം എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവ് എനിക്ക് പിന്നെ ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഒരു മടിയും കൂടാതെ അതിന് എൻ്റെ കൂടെ തന്നെ നിൽക്കും, എല്ലാ സപ്പോർട്ടിനും. അപ്പം ഞാൻ പറയും, മാതാവ് എനിക്ക് PG കിട്ടിയാൽ അത്യാവശ്യം നല്ല സ്റ്റൈപ്പൻഡ് ഉണ്ട്, എനിക്ക് ആ പൈസയിൽ നിന്ന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് 3 വർഷം PGക്ക് പഠിക്കണം, കിട്ടും. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ PG കിട്ടിയാൽ എനിക്ക് സാധ്യതകൾ മുന്നോട്ടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പറയും. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഞാൻ ഉടമ്പടി നിബന്ധനകൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കാത്തുകൊണ്ട് മുന്നോട്ട് പോയി. ആൻസർ കീ നോക്കുന്നില്ലായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ 5000 പേര് എഴുതുന്ന എക്സാമാണ്. അപ്പോൾ അതിൽ കേരളത്തിൽ 60 താഴെ സീറ്റുള്ളൂ, ഓൾ ഇന്ത്യയിൽ 300-ൽ താഴെ സീറ്റുള്ളൂ. പക്ഷേ എനിക്ക് റാങ്ക് 300-ന് താഴെ കിട്ടണം. പക്ഷേ എനിക്ക് റാങ്ക് 636 കിട്ടില്ല. 100% മാനുഷികമായി നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. ഭയങ്കര വിഷമിച്ച് ഞാൻ റൂമിലിരിക്കുവാണ്. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, പക്ഷേ എന്തു പറ്റി ഇങ്ങനെ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, മുന്നോട്ട് പ്രാർത്ഥിക്ക്, കലപ്പയിൽ കൈവച്ചാൽ പിന്തിരിഞ്ഞ് നോക്കണ്ടെന്നല്ലേ, മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ പിന്തിരിഞ്ഞില്ല. ഞാൻ പറയും, എന്തായാലും അഡ്മിഷനൊന്നും തുടങ്ങിയില്ലല്ലോ, മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ട്, നിങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി അസാധ്യമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. 636 റാങ്കുള്ള എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടുന്ന അസാധ്യമാണ്. അത് ഇപ്പം ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കിട്ടില്ലെന്നറിയാം, അസാധ്യമായ കാര്യമാണ് 100%. പക്ഷേ ഞാൻ ആ ഹോപ്പ് വിട്ടില്ല. മാതാവ് ഉണ്ടല്ലോ, മാതാവ് എനിക്ക് നടത്തി തരും. അപ്പം എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 1.5 വയസ്സുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് എന്നെ നോക്കി ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന പോലെ ഞാൻ മാതാവിനോട് നോക്കിയിട്ട് പറയും, മാതാവ് എനിക്ക് അമ്മയാണുള്ളത്, അമ്മയുടെ കുഞ്ഞിനെ പോലെ എൻ്റെ ആവശ്യങ്ങളിൽ മാതാവ് ഇടപെടണം. എനിക്കിപ്പോൾ ഈ PG കിട്ടിയില്ലേലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട്. മാതാവിൽ നിന്നും തിരുക്കുമാരിൽ നിന്നും ഒരിക്കലും അകലാൻ എനിക്കിടയാവരുത്. എപ്പോഴും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ എനിക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ മതി എനിക്ക് കൂടെ എന്ന് ഞാൻ പറയുമായിരുന്നു. എനിക്കിത് സീറ്റ് തരണമെങ്കിൽ മാതാവ് തരിക, പക്ഷേ ഞാൻ ഹോപ്പ് കൈവിട്ടില്ല. അങ്ങനെ അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻസൊക്കെ വെച്ചു. ഞാനും ഓപ്ഷൻസ് എല്ലാം വെച്ചു. അപ്പം ഞാൻ പഠിച്ചത് മുമ്പ് കോഴിക്കോടാണ്. അപ്പം ഈ PGയും എനിക്ക് കോഴിക്കോട് തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. ഒരു കേരളത്തിൽ LC, ഞാൻ ലാറ്റിൻ കാത്തലിക്കാണ്, ഒരു സീറ്റ് റിസർവേഷനുണ്ട്. പക്ഷേ അത് 200 ബിലോ ഉള്ളവർക്ക്, അല്ലെങ്കിൽ കൂടിപ്പോയ 300 ബിലോ ഓൾ ഇന്ത്യ റാങ്ക് ഉള്ളവർക്കേ അത് കിട്ടുള്ളൂ. അങ്ങനെ ഓപ്ഷൻസ് വെച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 233 റാങ്കുള്ള കുട്ടിക്ക് LC റിസർവേഷനിൽ കിട്ടി. എൻ്റെ വഴികളൊക്കെ അടഞ്ഞു, ഇനി എനിക്ക് കിട്ടില്ല. അപ്പം എൻ്റെ അതേ റാങ്കുള്ളവരൊക്കെ ഇനിയും നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് കോച്ചിങ്ങിനൊക്കെ കയറി. അപ്പോൾ ഞാനും ഇപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ കിട്ടിയില്ലെങ്കിൽ കോച്ചിങ്ങിന് കയറാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് നിൽക്കുന്ന ടൈമിലും ഞാനും ഹസ്ബൻഡും
മാതാവിൻ്റെ കൂടെ ചേർന്ന് നിന്നു. 4ാമത്തെ പുതുക്കലിൽ ഞാനിവിടെ വന്നു. എന്നിട്ട് ഞാൻ മാതാവിനെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടൽ എനിക്ക് ഉണ്ടാകണം. എൻ്റെ ത്രൂ ഔട്ട് മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തതാണ്. മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു 25-ാം തീയതി റാലിയാണല്ലോ മാതാവേ, അതിന് മുന്നേ താങ്ക്ഫുള്ളായിട്ട് ഒരു നന്ദിയോടെ എനിക്ക് ആ റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കണം. ആദ്യമായിട്ടാണ് റാലിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 23-ാം തീയതി വൈകിട്ട് പ്രൊവിഷണൽ ലിസ്റ്റ് ഇട്ടു, സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അത്ഭുതകരമായിട്ട് എനിക്ക് എൻ്റെ മുന്നേ ഉള്ള കുട്ടി, അതായത് LC റിസർവേഷനിൽ കിട്ടിയ കുട്ടിക്ക് മെറിറ്റ് സീറ്റിലേക്കും കിട്ടി. ആ ഒഴിവിലേക്ക് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നിട്ട് ആ ഒരു ടൈമിൽ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും എൻ്റെ ഡേറ്റ്, ഞാൻ റാലി പങ്കെടുത്തിട്ടേ പോയി ജോയിൻ ചെയ്യുള്ളൂ. വിത്തിൻ 4 days നമ്മൾ പോയി ജോയിൻ ചെയ്യണമെന്നാണല്ലോ. അങ്ങനെ ഞാൻ 25-ാം തീയതി റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ ജപമാല ചൊല്ലി റാലിയിൽ പങ്കെടുത്തു. അതിനുശേഷം 27-ാം തീയതി ഞാൻ പോയി കാലിക്കറ്റിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ പഠിച്ചിരുന്ന എൻ്റെ ബാച്ചിൽ പഠിച്ച് മുമ്പ് PG കിട്ടിയവരൊക്കെ പറഞ്ഞു, ഇപ്രാവശ്യം എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയത് എന്തൊരു മിറാക്കിളാണല്ലേ, ഈ ഇത്രയും റാങ്ക് താഴെയുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് സാധ്യമായത്, ഇത് അസാധ്യമായ കാര്യമാണ്, അത് സാധ്യമാക്കി തന്ന പൊന്നു മാതാവിനും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ ഒരു 3 മാസം ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഒരു നല്ല ഡോക്ടറിൻ്റെ കീഴിൽ എനിക്കൊരു 2-3 മാസമെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആലപ്പുഴയിൽ തന്നെ ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ഡോക്ടറിനെ പോയി കാണുകയും എന്നെ സാറിൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസിനായിട്ട് ഇരുത്തുകയും ചെയ്തു. അതും മാതാവിൻ്റെ വലിയ കൃപയാലാണ്. അതോടൊപ്പം തന്നെ ഈ ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു ഇത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സാധ്യമായതിനു ശേഷം എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം വാങ്ങിക്കും. എന്നിട്ട് ഞാനും ഹസ്ബൻഡും കൂടെയാണ് എല്ലാ വീടുകളിലും, അത് ക്രിസ്ത്യൻസ് ആണെങ്കിലും നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും, ഞങ്ങൾ 2 പേരും കൂടെ കൊണ്ട് ചെന്ന് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്കറിയാവുന്നവർക്കായിരുന്നു കൊടുക്കുന്നത്. 4ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയവർക്കൊക്കെ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ലാബിലോ ഡോക്ടറിൻ്റെ അടുത്തൊക്കെയോ പോകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവർക്ക് കൊടുക്കും. പിന്നെ കൃപാസനത്തെക്കുറിച്ച് പറയാനുള്ള ആദ്യമൊക്കെ അങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയാനൊരു മടിയായിരുന്നു. പക്ഷേ പിന്നെ അതിനുള്ളൊരു ധൈര്യം കിട്ടി. അവരെങ്ങനെ എടുത്താലും ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുമല്ലോ, കൃപാസനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ധൈര്യത്തോടെ മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറയുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡിന് എവിടെയെങ്കിലും ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ആർക്കെങ്കിലും ഭക്ഷണത്തിനായിട്ട് ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ, അവർക്ക് പൈസ ഇല്ലെന്ന് കണ്ടാൽ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഏണിങ് ഇല്ല. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ തരും, ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഇനി അടുത്ത വട്ടം എനിക്ക് എൻ്റെ ഏണിങ്ങിൽ കൊടുക്കാൻ സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡ്രസ്സോ എല്ലാം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്ന ടൈപ്പായിരുന്നു. പിന്നീട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇപ്പം എൻ്റെ ഡ്രസ്സാണെങ്കിലും കുഞ്ഞിന് ഇപ്പം മാമോദീസയ്ക്കും ബർത്ത്ഡേക്കൊക്കെ കിട്ടിയ എക്സ്ട്രാ ഉള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കാതെ എക്സ്ട്രാ ഉള്ളതെടുത്ത് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കയ്യിലെത്തുന്ന രീതിയിൽ
ഓരോ വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കൊണ്ട് ഞാൻ ഹസ്ബൻഡും കൂടെ കൊണ്ടുചെന്ന് കൊടുക്കുമായിരുന്നു. പിന്നീട് എനിക്ക് ജപമാല, ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു ജപമാല മസ്റ്റായിട്ട് പണ്ട് മുതലേ ചൊല്ലും. പക്ഷേ മാക്സിമം ജപമാല ചൊല്ലണം. 1000 ജപമാല എന്നെക്കൊണ്ട്, ഇപ്പോൾ കുട്ടിയുണ്ട്, പഠിക്കണം, എന്നാലും നമ്മൾ സന്ധ്യപ്രാർത്ഥന ചൊല്ലുന്നതല്ലാതെ എക്സ്ട്രാ ജപമാലകൾ ചൊല്ലണം, എന്നിട്ട് അതുകൊണ്ടൊരു മാല ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ, ഞാൻ ക്ലിനിക്കിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ജപമാല എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും. അങ്ങനെ ഞാൻ ഓരോ ജപമാല ചൊല്ലി ഒരു പേപ്പറിൽ ഐ ലവ് യു ജീസസ്, ആവേ മരിയ എന്ന് എഴുതി മടക്കി വിടും. അതൊരു 1000 ആക്കി ഒരു മാല ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പം ഒരു 600+ ജപമാലകളായിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആദ്യം ചെയ്തത്, എന്നോട് വല്ലവർക്കും ദേഷ്യം ഉണ്ടതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ചെന്ന് ഫോൺ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ എനിക്ക് പറ്റി, ക്ഷമിക്കാൻ പറ്റി. മറ്റുള്ളവർക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് ചെന്ന് മിണ്ടാൻ പറ്റി. പിന്നെ ദൈവം തരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റി, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റി. നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് എനിക്ക് അടുപ്പിക്കാൻ പറ്റി, മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കാൻ പറ്റി. ഇപ്പം ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർക്ക്, പണ്ട് നമ്മുടെ സ്വന്തം കാര്യം ചെയ്ത് വീട്ടിൽ വരിക, പക്ഷെ ഇപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ആരെങ്കിലും ചുറ്റിലുണ്ടോ എന്ന് നോക്കൂ. അങ്ങനെ ഒരു തുറവി ദൈവം തന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നീട് ഒരുപാട് കുറവുകൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിലും കുമ്പസാരിക്കണം, ഒരു തെറ്റ് ചെയ്താൽ പോയി കുമ്പസാരിച്ച് ദൈവത്തോട് അടുക്കണമെന്നൊരു തോന്നലുണ്ടായി. എപ്പോഴും കുമ്പസാരിക്കാനായിട്ട് 2 ആഴ്ച പറ്റിയില്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലെങ്കിലും പോയി കുമ്പസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും. ഈ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. മരണം വരെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നും മറ്റുള്ളവരെ ദൈവവിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തുവാനായിട്ട് എനിക്ക് കൃപ നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി.